സമയത്ത് കേട്ട തിരുവചനത്തെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തൽ നൽകി സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ക്രിസ്ത്യാനി മരിച്ചു പോവുകയല്ല ചെയ്യുക, ക്രിസ്തുവിൻ്റെ മരണത്തിൽ പ്രവേശിച്ച് ക്രിസ്തുവിനോടൊപ്പം ഉയർത്തുകയാണ് ചെയ്യുന്നത്. ബൈബിളിൽ മരണവും ഉയർപ്പും ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ വായിച്ചു കേട്ട ലേഖനത്തിൽ നമ്മൾ മരണത്തെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. യേശുവിനോടൊപ്പം മരിക്കുന്ന വ്യക്തി അത് യേശുവിനോടൊപ്പം ഉയർത്താൻ വേണ്ടിയിട്ടാണ് മരിക്കുന്നത് എന്നാണ് നമ്മുടെ ലേഖനത്തിലൂടെ കേട്ടത്. നമുക്കറിയാം, യർമ്യാപ്രവാചക പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നീ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നാണ്. അമ്മയുടെ ഉദരത്തിൽ ജനിച്ചപ്പോഴാണ് നമുക്ക് ശരീരം കിട്ടിയത്. എന്നാൽ നമുക്ക് ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മളെ അറിഞ്ഞു, ദൈവം നമ്മളെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മളുണ്ട് എന്നാണ്. അതുകൊണ്ട് ശരീരം പോയി കഴിഞ്ഞാലും നമ്മളുണ്ട്. ഇവിടെ നമ്മൾ അമ്മച്ചിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇത് ശരീരം പോയി കഴിഞ്ഞാലും വ്യക്തിയുണ്ട്. കാരണം നമ്മൾ ആത്മാവാണ്. ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മളുണ്ടെങ്കിൽ ശരീരം പോയാലും നമ്മളുണ്ട്. നമ്മുടെ യഥാർത്ഥത്തിൽ ആത്മാവാണ്. ആത്മാവിന് മരണമില്ല, ശരീരത്തിന് മാത്രമാണ് മരണമുള്ളത്. അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും വേർപാട് നമ്മുടെ മനസ്സിൽ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഒത്തിരി നല്ല ഓർമ്മകൾ നമ്മുടെ ഉള്ളിൽ ഭാഗിക്കൊണ്ടാണ് അമ്മച്ചി നിത്യസൗഭാഗ്യം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ഓർമ്മകൾ നമ്മുടെ ഉള്ളിൽ ഒരിക്കലും ഒരു ദുഃഖത്തിലേക്ക് കടന്നു വരാൻ അനുവദിക്കരുത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ദൈവം ആ വ്യക്തിയോട് പറയുന്ന പ്രധാനപ്പെട്ട വചനം മത്തായിയുടെ സുവിശേഷം 25 പറയുന്നില്ല. വലതുവശം നിൽക്കുന്ന വ്യക്തികളോട് ഈശോ പറയുകയാണ്, എനിക്ക് വിശന്നു, എനിക്ക് ഭക്ഷണം തന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, എന്നെ നീ വന്ന് സന്ദർശിച്ചു, ഞാൻ രോഗിയായിരുന്നു, എന്നെ പരിചരിച്ചു. അതുകൊണ്ട് അനാദികാലം മുതൽ ഞാൻ സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് നീ പ്രവേശിക്കുക. ഈ വചനത്തിൻ്റെ അർത്ഥം, മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി എന്തെല്ലാം നന്മകൾ ഈ ഭൂമിയിൽ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും ഈശോ പറയുകയാണ്, തരുന്നത് ഞാനാണ്, ആ കൂലിയാണ് സ്വർഗം. അപ്പോൾ ഈ അമ്മച്ചി മരിച്ചതോടുകൂടി അമ്മച്ചി ചെയ്ത മുഴുവൻ സൽപ്രവൃത്തികളും അത് ഈശോ പറഞ്ഞിട്ട് ചെയ്തതാണ്. ഈശോയ്ക്ക് പകരമായി നിന്നുകൊണ്ട് നമുക്ക് പകർന്നു തന്ന സ്നേഹപ്രവൃത്തികളാണ്. അതുകൊണ്ട് അത് മുഴുവനും ഈശോയുടെ സ്നേഹമാണ്.
ഇനി അത് അമ്മച്ചിയുടെ പ്രവൃത്തിയായിട്ട് കാണരുത്, അത് മുഴുവനും ദൈവത്തിൻ്റെ സ്നേഹമായിട്ട് നമ്മളതിനെ കാണണം. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമായി നമ്മളതിനെ കാണുമ്പോൾ ആ അമ്മച്ചി നമുക്ക് വേണ്ടി ചെയ്ത ആ നല്ല കാര്യങ്ങളും അമ്മച്ചിയെക്കുറിച്ചുള്ള എല്ലാ നല്ല ഓർമ്മകളും നമ്മുടെ ഉള്ളിൽ ഈശോയുടെ സ്നേഹപ്രവൃത്തിയായി കാണുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ഉയർന്നു വരേണ്ടത് ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം എന്നാണ്. അങ്ങനെ ആ ഓർമ്മകളെല്ലാം തന്നെ ഈശോയോട് നന്ദി പറയുവാനുള്ള പ്രാർത്ഥനകളായി സ്വീകരിച്ചു. ഓരോ ഓർമ്മയും ഈശോയ്ക്ക് നന്ദി പറയുവാൻ വേണ്ടി ഉപയോഗിക്കുക. എന്നോട് വ്യക്തമായി പറഞ്ഞാൽ അമ്മച്ചിയുമായുള്ള ബന്ധത്തിൻ്റെ ആ വല്യതയിൽ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഓരോ നല്ല ഓർമ്മകളെയും ഒരു പൂജാപുഷ്പം പോലെ പറിച്ചെടുത്ത് നമ്മൾ ബലിപീഠത്തിൽ വെച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ മുഴുവനും അത് ദൈവസ്നേഹമാക്കി മാറ്റാം. അത് ഈശോയുടെ സ്നേഹമായി തന്നെ നമ്മുടെ ഉള്ളിൽ അലിഞ്ഞു ചേരണം. അതാണ് അങ്ങനെ ഈശോയുമായുള്ള ബന്ധത്തിലേക്ക് നമ്മൾ ഈ മരണം വഴി ഉയരണം. അതിനാണ് ഈശോ നമുക്ക് ഓരോ ബന്ധങ്ങൾ തരുന്നത്. ദൈവത്തിൻ്റെ ദാനമാണ് ഓരോ വ്യക്തിയും. അതുകൊണ്ട് തരുന്നതും എടുക്കുന്നതും എല്ലാം നന്മയ്ക്കായതുകൊണ്ട് നമ്മൾ ഓരോ മരണത്തിലും ഒരു പടി കൂടി ദൈവമായുള്ള ബന്ധത്തിലേക്ക് നമ്മൾ ഉയരുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം, എവിടെയെല്ലാം നമുക്ക് അനുഗ്രഹം കിട്ടാൻ സാധ്യതയുള്ളിടത്തെല്ലാം സാത്താൻ കടന്നു വന്ന് തടസ്സങ്ങളുണ്ടാകും. അപ്പോൾ ചിലരുടെ മനസ്സിൽ ഈ നല്ല ഓർമ്മകളൊക്കെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് അതെല്ലാം നഷ്ടബോധത്തിൻ്റെ ഓർമ്മയായി നമ്മുടെ ഉള്ളിൽ അങ്ങനെ തീരും. പിന്നെയോ ആ ഓർമ്മകൾ മുഴുവനും ഈശോയുടെ സ്നേഹം നമ്മളിൽ അലിഞ്ഞു ചേരുന്ന വലിയൊരു സ്നേഹാനുഭവമായി നമ്മളിൽ രൂപാന്തരപ്പെടണം. അതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത്. നമുക്കറിയാം, മരണത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് തന്നെ നമുക്ക് ആവശ്യമാണ്. ഞാൻ ഒരിക്കൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ 91 വയസ്സ് പ്രായമുള്ള ഒരു അമ്മച്ചി മരിക്കാറായി കിടക്കുകയാണ്. മക്കളെല്ലാവരും ഉണ്ട്, അവരുടെ മക്കളും അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഡോക്ടർ ഈ മക്കളുടെ ഒരു കാര്യം പറഞ്ഞു. അതായത് 70% ബ്രെയിൻ ഡെത്ത് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി വെന്റിലേറ്റർ ഇട്ടിട്ട് കാര്യമില്ല, ഞങ്ങളത് എടുത്ത് മാറ്റിക്കോട്ടെ. മക്കൾ പറഞ്ഞു, പറ്റിയാൽ ഞങ്ങൾക്ക് അമ്മ അത്രയ്ക്ക് വിലപ്പെട്ടതാണ്, അതുകൊണ്ട് എത്ര രൂപയാണ് തിരക്കുള്ള ഡോക്ടറെ അതവിടെ കിടക്കട്ടെ. അപ്പോൾ അടുത്ത ദിവസം ഡോക്ടർ ഇതുപോലെ തന്നെ പറഞ്ഞു, 70% ബ്രെയിൻ ഡെത്ത് നടന്നിരിക്കുകയാണ്, അങ്ങനെ ഇനി അത് വെന്റിലേറ്റർ വെച്ചിട്ട് കാര്യമില്ല എന്ന അഭിപ്രായം. അപ്പം അങ്ങനെ സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ ചെന്നത്. ഞാൻ അവരെ വിളിച്ചു ചുറ്റും നിർത്തിയ ശേഷം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരമ്മയാണ് ദൈവം തന്നത്. അതുകൊണ്ട് അത് ദൈവത്തിന് തിരഞ്ഞെടുപ്പാണ് ഇത്രയും നല്ലൊരു അമ്മയെ ദൈവം നിങ്ങൾക്ക് തന്നത്. അതുകൊണ്ട് ദൈവത്തോട് നിങ്ങൾ നന്ദി പറയണം. ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം 91 വയസ്സുകാലത്തോളം ജീവിച്ചു. ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചു. അപ്പോൾ ഇനി ദൈവം മടക്കി വിളിക്കുന്ന ഒരു സമയമായിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടത്, ദൈവം അമ്മച്ചിയെ തട്ടിക്കൊണ്ടുപോയി എന്നൊരു ചിന്തയാകരുത് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. പിന്നെയോ നമ്മുടെ കൈകളിൽ നിന്ന് തന്നെ
ആ അമ്മച്ചിയെ ദൈവം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങൾ അമ്മച്ചിയെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുക. ദൈവമേ, ഇത്രയും നാളെ അമ്മച്ചിയെ തന്നെ ഈശോയ്ക്ക് നന്ദി പറയുന്നു. അവിടെ നിന്ന് ചോദിക്കുന്ന നിമിഷം തന്നെ ഞങ്ങൾ അമ്മച്ചിയെ തിരിച്ച് അങ്ങയുടെ കയ്യിൽ തരുന്നു. അങ്ങനെ ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോയുടെ കയ്യിലേക്ക് കൊടുത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കയ്യിലേക്ക് മടക്കി കൊടുത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഒരു 8 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചി മരിച്ചു. അപ്പോൾ ഇത് ഞാനിവിടെ പറഞ്ഞത് നമ്മുടെ മനസ്സിലും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, ജനനവും മരണവും ദൈവം എടുക്കുന്ന തീരുമാനമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യക്തിയെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം തട്ടിക്കൊണ്ടു പോവുകയല്ല ചെയ്യുന്നത്, അതൊരു സമർപ്പണമാണ്. നമ്മൾ ഈശോയുടെ മരണത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈശോ പറയുകയാണ്, പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആ കരങ്ങളിലേക്ക് ആത്മാവിനെ സമർപ്പിച്ചാണ് ഈശോ മരിച്ചത്. നമ്മൾ ഈ അമ്മച്ചിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് മരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒത്തിരി നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ്, കാണിച്ചു തന്നുകൊണ്ടാണ് ഒരു നല്ല മരണത്തിൻ്റെ മോഡലായി നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ അമ്മച്ചി മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അമ്മച്ചി നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യം, ദൈവം തട്ടിക്കൊണ്ടു പോകുകയൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. ഞാൻ സമയമായി എന്ന് ദൈവം അറിയിച്ച സമയത്ത് ഞാൻ എന്നെ തന്നെ ബോധപൂർവം ദൈവ കൈകളിലേക്ക് സമർപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഈ അമ്മച്ചിയുടെ കാര്യം. നമുക്കറിയാം, അമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ മരിക്കാനായിട്ട് പോവുകയാണ് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ബോധം അമ്മച്ചിയോട് ഉണ്ടായിരുന്നു. ആ ഒരു ബോധത്തിലാണ്, അതുകൊണ്ട് ആ സമയമായി എന്ന് മനസ്സിലായി നന്നായിട്ട് ഒരുങ്ങി അങ്ങനെയാണ് അമ്മച്ചി മരിച്ചിരിക്കുന്നത്. ഈശോയുടെ മരണം അങ്ങനെ തന്നെയാണ്. ഈശോയ്ക്കറിയാം ഇത് പിതാവിന് തിരുവിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ മനുഷ്യൻ മരിക്കാൻ പോവുകയാണ് എന്ന വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് ഈശോ മരിക്കുന്നത്. അതുകൊണ്ട് ഈശോ പറയുന്നത്, എൻ്റെ ജീവനെ ആരും എടുത്തു കളയുകയല്ല ചെയ്ത്, ഞാൻ സമർപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈശോ കൊടുക്കുകയാണ്, പിതാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ക്രിസ്തീയ മരണം അങ്ങനെയാണ്. ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൻ്റെ അകത്ത് ഗബ്രിയേൽ മഴ്സർ എന്ന് പറഞ്ഞ വലിയൊരു ഫിലോസഫറാണ്. അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ മരണത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് വിവരിക്കുന്നത്. ഒരു വ്യക്തി വളരെ ഫേമസായ ഒരാശുപത്രിയിൽ അങ്ങനെ രോഗിയായി കിടക്കുന്നു. അയാളുടെ മുറിയിൽ ആ ഹോസ്പിറ്റലിലെ പ്രസിദ്ധരായ ഡോക്ടർമാരെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ ആ രോഗിയുടെ ആവശ്യമായ എല്ലാ അത്യന്താധുനികമായ സംവിധാനങ്ങളും ആ ഹോസ്പിറ്റൽ മുറിയിലുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാം വളരെ പാടുപെട്ട് ഈ രോഗി മരിക്കാതിരിക്കാൻ വേണ്ടി അവരെ കൊണ്ട് പറ്റുന്നതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗബ്രിയേൽ മഴ്സർ പറയുകയാണ്, അതിന് ആദ്യഘട്ടം വന്നപ്പോൾ രോഗി ഡോക്ടറോട് സഹകരിച്ചുകൊണ്ട്, ഡോക്ടർ പറഞ്ഞതെല്ലാം അനുസരിച്ചുകൊണ്ട് അതിൻ്റെ ഓരോ സ്റ്റെപ്പും രോഗി നീങ്ങി. എന്നാൽ ഒരു പ്രത്യേക സമയമായപ്പോൾ ഗബ്രിയേൽ മഴ്സർ പറയുകയാണ്, ഈ രോഗി പ്രതിഭാഗം ചേർന്ന് ദൈവത്തോട് പറഞ്ഞു, ഇതാ എൻ്റെ ആത്മാവിനെ
നിന്റെ കരങ്ങളിലേക്ക് തരുന്നു എന്ന്. അതുവരെയും ഡോക്ടർമാരോട് സഹകരിച്ചുകൊണ്ട് മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനത്തോടും സഹകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈശോ നിശ്ചയിച്ച സമയം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് ബോധപൂർവം സമർപ്പിക്കുന്നു. ഇതാണ് ക്രിസ്തീയ മരണം. അത് ഒരിക്കലും തട്ടിക്കൊണ്ടുപോകുന്ന പരിപാടിയല്ല. ദൈവം ആ വ്യക്തിയുടെ മുന്നിൽ ഇത് സമയമായി എന്നറിയിക്കുന്നു. ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം അതിൻ്റെ സമയം പൂർത്തിയായി എന്ന് ദൈവം ഒരാത്മാവിനെ അറിയിക്കുന്നു. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമുക്കറിയാം, മരണം അക്സെപ്റ്റ് ചെയ്യുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പല ഘട്ടങ്ങളിലൂടെ രോഗി കടന്നു പോകാറുണ്ട്. ചിലപ്പോൾ ഡിനൈലിൻ്റെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും, ആങ്കറിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകും, ഡെസ്പറേഷൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകും, ദൈവമായിട്ടുള്ള ബാർഗെയിനിലൂടെ കടന്നു പോകും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു എന്ന് പറയാറുണ്ട്. അതിൻ്റെ അവസാനമാണ് ആ വ്യക്തി ആ മരണത്തെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് സാധാരണ മരണം നടക്കുന്നത്. ആ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കോൺഷ്യസ്നസ് ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഒരു കോൺഷ്യസ്നസ് ഉണ്ട്. സൃഷ്ടാവിനെ കാണുന്നുണ്ട്, ഈശോയെ കാണുന്നുണ്ട്. ആ വ്യക്തിയും ഈശോയും വ്യക്തമായ രീതിയിൽ ആ ഒരു കോൺഷ്യസ്നസ് ഉണ്ട്. ആ കോൺഷ്യസ്നസ്സിലാണ് ആ വ്യക്തി തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും വാസ്തവത്തിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ തന്നെ അമ്മച്ചിക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ട് എൻ്റെ സമയം വന്നിരിക്കുന്നതാണ്. അങ്ങനെ നന്നായിട്ട് ഒരുങ്ങി ഈശോയുടെ കരങ്ങളിലേക്ക് തന്നെ പൂർണ്ണമായി സമർപ്പിച്ച ഒരു മരണമാണ് ഈ മരണം. അപ്പോൾ ഇതാണ് എല്ലാ നല്ല മരണത്തിനും സംഭവിക്കുന്നത്. ഇത് നമ്മളിവിടെ കാണുന്ന മറ്റൊരു കാര്യം. ഒരിക്കൽ ഞാനൊരു രോഗിയായ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഇത്തിരി ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്. ഒരു കോളേജ് അധ്യാപകനൊക്കെയാണ്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, പക്ഷേ എനിക്ക് ഈ മരണഭയമെന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലാത്തതാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 5 ദിവസമായിട്ട് വല്ലാത്ത മരണഭയം എന്നെ കൊണ്ട് അനുഭൂതിയാണ്. ഞാൻ പഠിച്ച പടി നോക്കിയിട്ട് ഈ ഭയത്തിൽ പുറത്തു വരാൻ പറ്റുന്നില്ല. അങ്ങനെ വല്ലാത്തൊരു പീഡയിലാണ്. അതാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം നമുക്കൊരു ദാനം തന്നാൽ ദൈവം ആ ദാനം പിൻവലിക്കുമ്പോൾ എപ്പോഴും അതിനേക്കാൾ നല്ലത് തരാൻ വേണ്ടിയിട്ടാണ് തന്ന ദാനം ദൈവം പിൻവലിക്കുന്നത്. എപ്പോഴും ദൈവത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഒരു ദാനം തന്നിട്ട് ദൈവം അത് പിൻവലിച്ചാൽ അതിനേക്കാൾ നല്ലത് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചേട്ടൻ ചോദിക്കും, ഇപ്പോഴുള്ള നല്ലതാണല്ലോ എന്ന്. ഇപ്പോഴുള്ള നല്ലതാണെങ്കിലും ദൈവം തരാൻ പോകുന്ന ഏറ്റവും നല്ലതിന് ഈ നല്ലത് തടസ്സമായതുകൊണ്ട് ഈ ഏറ്റവും നല്ലത് സ്വീകരിക്കാൻ ഈ നല്ലതിനെ ദൈവം എടുത്ത് മാറ്റുന്നു. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ഈ മാനുഷികമായ ജീവൻ അത് ദൈവത്തിന് ദാനമാണ്. പക്ഷേ ആ മാനുഷിക ജീവന് ഉള്ളൊരു പ്രത്യേകത അത് താൽക്കാലികമാണ്. ഏത് സമയത്തും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ് മാനുഷിക ജീവൻ. അത് ടെമ്പററിയാണ്. അപ്പം അതുകൊണ്ട് ഈ മാനുഷിക ജീവനെക്കുറിച്ച്
ജീവിതത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നതോറും മരണഭയം സ്വാഭാവികമായും വ്യക്തികൾക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ മാനുഷിക ജീവൻ താൽക്കാലികമാണ്, അതുകൊണ്ടാണ് ഭയം വരുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ താൽക്കാലികമായ മനുഷ്യ ജീവനെ മരണത്തിലൂടെ ദൈവം പിൻവലിക്കുന്നത് ഒരിക്കലും മരിക്കാത്ത നിത്യജീവൻ പകരം തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് ജീവൻ്റെ ഒരു കൈമാറ്റമാണ്. അതായത് ഏത് സമയത്തും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മാനുഷിക ജീവനെ ദൈവം അവിടെ ഏറ്റെടുത്തിട്ട് ഒരിക്കലും മരിക്കാത്ത നിത്യജീവൻ പകരം തരുന്നു. ഇതാണ് മരണം. അതുകൊണ്ട് അത് ജീവൻ്റെ കൈമാറ്റമാണ്. അപ്പോൾ ഇത്രയും കാര്യം ഞാൻ ആ സഹോദരനോട് പറഞ്ഞിട്ട് പിന്നെ എബ്രായ ലേഖനത്തിലെ 2-ാം അധ്യായത്തിലെ 15-ാമത്തെ വാക്യം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണത്തിലൂടെ മരണഭയത്തെ അവിടുന്ന് എന്നേക്കുമായി പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന ആശയമടങ്ങിയ വചനം. ആ വചനം 10-25 പ്രാവശ്യം കൂടെ ചൊല്ലി പ്രാർത്ഥിക്കുക. ഇത്രയും പറഞ്ഞ് ഞാനോട് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭയമൊക്കെ പോയി. ഇപ്പോൾ ഞാൻ എപ്പോഴാണോ കർത്താവ് നിത്യജീവൻ തരാൻ പോകുന്നത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ് എന്ന് മനസ്സിലാണ്. അപ്പോൾ നമ്മൾ അമ്മച്ചിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബോധപൂർവമായി ആ ജീവൻ നൽകിയ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമ്പൂർണമായി കൊടുത്ത് അങ്ങനെ കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് വഴി അത് നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോ മരിച്ച് പിതാവിൻ്റെ കയ്യിലേക്ക് കൊടുത്ത ഈശോ നമുക്കറിയാം ഉയർത്തെഴുന്നേറ്റവനായിട്ടാണ് വരുന്നത്. അപ്പോൾ നിത്യജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും മരണത്തിന് തൊടാൻ പറ്റാത്ത വണ്ണമുള്ള, ഒരിക്കലും മരിക്കാത്ത നിത്യജീവനെ സ്വന്തമാക്കിക്കൊണ്ടാണ് ഈശോ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ അമ്മച്ചിയുടെ കാര്യത്തിൽ കാണുന്നത്. ഈശോയുടെ കയ്യിലേക്ക് ബോധപൂർവമായി കൊടുത്ത ഒരു പ്രാർത്ഥന, ഒരു മരണമാണ് വാസ്തവത്തിൽ അമ്മച്ചിക്ക് ലഭിച്ചത്. അത് ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ മരണമാണ്. നമുക്കറിയാം, മരണത്തെ നമ്മളെപ്പോഴും ദൈവഹിതമായിട്ട് വേണം കാണാൻ. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ തിരിഹിതമാണ് മരണം എന്നത്. അത് ദൈവപദ്ധതിയാണ്. ദൈവപദ്ധതിയാണെങ്കിൽ നമ്മൾ അതിനെ നമ്മുടെ ബുദ്ധി കൊണ്ട് കാണരുത്, വിശ്വാസം കൊണ്ട് വേണം മരണത്തെ കാണാൻ. ബുദ്ധി കൊണ്ട് നമ്മൾ മരണത്തെ കണ്ടു കഴിഞ്ഞാൽ ആ കാണുന്നവരുടെ എല്ലാം ഉള്ളിൽ എപ്പോഴും ഒരു അസ്വസ്ഥത നിലകൊള്ളും. ഇപ്പോൾ നമ്മൾ രോഗം കൊണ്ടാണ് മരിച്ചത്, ഒരു ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് മരിച്ചത്, അങ്ങനെയല്ല ഒരു വിശ്വാസി മരണത്തെ കാണുന്നത്. മരിച്ചു കഴിഞ്ഞു ജോബ് പറഞ്ഞ പോലെ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് സ്വീകരിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് പോയിരിക്കുന്നത്, നിത്യതയിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെറും ആ മാനുഷികമായ ജീവനെ ഈശോ എടുക്കുമ്പോൾ നിത്യജീവനെയാണ് ഈശോ പകരമായി തരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ മരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നശ്വരമായ ഒരു ശരീരത്തിന് വേണ്ടി ഇതാ ആ കല്ലറയിൽ വിതയ്ക്കാനുള്ള ഒരു വിത്തായിട്ടാണ് ആ ശരീരത്തെ കാണേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മഹത്വപൂർണമായ ഒരു ശരീരം, അതിനു വേണ്ടിയിട്ട് വളരെ പ്രതീക്ഷയോടെ
കല്ലറയിൽ സ്വന്തം ശരീരത്തെ ഒരു വിത്തായിട്ട് ഇടുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ അമ്മച്ചിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ നന്നായിട്ട് ഒരുങ്ങി ഈശോ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു, സമയമായെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ നമുക്ക് ഈശോ ചെയ്ത കാര്യമാണ്, കർത്താവ് പുരുഷൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഇതാ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് ഈശോ പറഞ്ഞു. വാസ്തവത്തിൽ അമ്മച്ചിയുടെ ജീവിതത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ദൈവം ഏൽപ്പിച്ച ദൗത്യമെല്ലാം അതിന് പൂർണ്ണതയിൽ നിർവഹിച്ചു. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നെല്ലാവർക്കും, അമ്മച്ചിക്കും എല്ലാവർക്കും ബോധ്യമാകത്തക്കവണ്ണം ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് തീർത്തിട്ട് മരിക്കാൻ സാധിച്ചൊരു ഭാഗ്യമരണമാണ്. അങ്ങനെ എത്ര പേർക്ക് പറയാൻ സാധിക്കും? അതൊരു ചോദ്യമാണ്. അത് പറയാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. എല്ലാം ദൈവം ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വവും ഒന്നും ഇനി അവശേഷിക്കാത്തവണ്ണം എല്ലാം പൂർത്തീകരിച്ച് മടങ്ങിയ ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, നീണ്ട 58 വർഷക്കാലത്തോളം വിധവയായി. മൂത്ത മകന് 14 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അപ്പൻ മരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും, ബാക്കി താഴെയുള്ള പേര് അവർ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു പ്രായം. അങ്ങനെയുള്ള പ്രായത്തിൽ ഒരു കുടുംബനാഥൻ മരണം വഴി വേർപിടിക്കുന്നു. അതൊരു വലിയൊരു പ്രതിസന്ധിയാണ്. പക്ഷെ ആ പ്രതിസന്ധിയെ എങ്ങനെയാണ് ഈ അമ്മ തരണം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, പുരുഷൻ്റെ ചുവട്ടിൽ നിന്ന പരിശുദ്ധ അമ്മ ഈശോയുടെ മരണത്തെ മനസ്സിലാക്കി, ആ മരണത്തിൻ്റെ മഹനീയ വശങ്ങൾ മനസ്സിലാക്കി, ആ മരണത്തെ സ്വീകരിക്കാൻ സാധിച്ചു, അതിന് പിന്നിലുള്ള ദൈവപദ്ധതി മനസ്സിലാക്കി. അതുപോലെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും പ്രാർത്ഥനയും മരണം വരെയും തുടർന്നുകൊണ്ടിരുന്ന ഈ അമ്മച്ചിക്ക് ആ മരണത്തെ സ്വീകരിക്കുവാനും ആ മരണത്തിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കാനും ആ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് നീങ്ങാനും സാധിച്ചു എന്നതാണ്. എന്ന് പറഞ്ഞാൽ തൻ്റെ മാതൃത്വത്തെ ഒരു വിശ്വാസ ജീവിതമായി മരണം വരെയും നിലനിർത്തി എന്നുള്ളതാണ് നമ്മൾ അമ്മച്ചിയിൽ കാണുന്ന ഒരു വലിയ പ്രത്യേകത. അപ്പോൾ എന്താണ് നമുക്ക് പരിശുദ്ധ അമ്മ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അതായത് സ്വർഗ്ഗാരോഹണം ഈശോ ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യന്മാരെ മുഴുവനും ആ പരിശുദ്ധ അമ്മ ശരിയും കുട്ടിശാലിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിപ്പിച്ചു. ഇതാണ് പരിശുദ്ധ കന്യാമറിയം ചെയ്തത്. അങ്ങനെ പരിശുദ്ധാത്മാവ് ഈ ശിഷ്യന്മാരുടെ മേൽ കടന്നു വന്നു. പിന്നെ നമ്മളങ്ങോട്ട് അപ്പസ്തോല പ്രവർത്തനം വായിച്ചു നോക്കുമ്പോൾ ഈശോ ഈ ഭൂമിയിൽ ചെയ്ത പ്രവൃത്തികളൊക്കെ ഈ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിലൂടെ ഭൂമിയിൽ തുടർന്നു. ഈ വലിയൊരു സത്യം അതിൻ്റെ പൂർണ്ണതയിൽ ഈ അമ്മച്ചിയുടെ ഉള്ളിൽ ലഭിച്ചിട്ടുണ്ട്. കാരണം ഭർത്താവിന് മരണശേഷം ആ കുടുംബത്തിന് ഒരു കുഴപ്പമുണ്ടാകാത്ത വണ്ണം ഒരുപക്ഷെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഭംഗിയായിട്ട് കൊണ്ടു നടന്നതിനേക്കാളും വളരെ മഹനീയമായ വിധത്തിൽ ആ കുടുംബത്തെ കൊണ്ടുപോകുവാൻ അമ്മച്ചിക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ അത് വെറും മാനുഷികമായൊരു കഴിവല്ല. അത് അമ്മച്ചിക്കും അറിയാം, മക്കൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ ഒരു വ്യക്തി മരണം വഴി വേർപിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പകരം വയ്ക്കാൻ വാസ്തവത്തിൽ ലോകത്തിൽ ആരുമില്ല, ആർക്കും പകരമാകാൻ പറ്റുകയില്ല. പക്ഷെ പകരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഈശോ സ്വർഗ്ഗാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ പകരം ലഭിച്ചത് പരിശുദ്ധാത്മാവിനെയാണ്. ആ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ വളരെ
ഈശോ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് എല്ലാം ക്രമീകരിച്ചു. ഇത് തന്നെയാണ് കുടുംബത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇതാ ഭർത്താവിൻ്റെ മരണശേഷം പരിശുദ്ധാത്മാവ് ആ ഭവനത്തിൽ പ്രവർത്തിച്ചു, അത്ഭുതമായ രീതിയിൽ പ്രവർത്തിച്ചു. എല്ലായിടത്തും എല്ലാം പരിശുദ്ധാത്മാവ് ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആത്മാവിൻ്റെ ആ പ്രവർത്തനം 100% നിറഞ്ഞു നിൽക്കുന്ന സംഭവങ്ങൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും നിറഞ്ഞതായിരുന്നു പിന്നീടുള്ള നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിലെ ഓരോ കാര്യങ്ങളും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അത് നമ്മളിന്ന് ഇവിടെ ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കണം. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പകരം സ്വീകരിക്കേണ്ടത് പരിശുദ്ധാത്മാവിനാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ വ്യക്തി തുടങ്ങി വെച്ചത് എല്ലാം പരിശുദ്ധാത്മാവ് ആ കുടുംബത്തിലെ അംഗങ്ങളിൽ പ്രവർത്തിച്ച് അതെല്ലാം വളരെ മനോഹരമായ വിധത്തിൽ അതിനെ പൂർത്തിയാക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഈ ഒരു പ്രവർത്തനം അത് പരിശുദ്ധ അമ്മയിൽ നിന്ന് ഈ അമ്മച്ചിക്ക് പ്രത്യേകമായി ലഭിച്ചിട്ടുള്ള ഒരു നന്മയാണ്. മാതാവിനെ മുന്നിൽ പിടിക്കുന്നു. ആ പ്രാർത്ഥനയിലൂടെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കുടുംബത്തിൽ ഉണ്ടാകുന്നു. മക്കളെല്ലാവരും തന്നെ ദൈവവിശ്വാസത്തിൽ സുവിശേഷ വേലയിലും ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും വ്യാപരിക്കുന്നു. ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ ഈശോ മരിക്കുന്ന സമയത്ത് ചെയ്ത മറ്റൊരു കാര്യമാണ് അവിടെ നിന്ന് എല്ലാം ക്രമീകരിക്കുന്ന ഒരു അനുഭവം. അതോടൊപ്പം തന്നെ ഈശോ അനുരഞ്ജനത്തിൻ്റെ ഒരു ശുശ്രൂഷ നടത്തിയ ശേഷമാണ് ഈശോ മരിക്കുന്നത്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. എല്ലാവരുമായിട്ടുള്ള രമ്യതയിലേക്ക് വരിക എന്നത് ഇത് ഈ അമ്മച്ചി പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. അമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് മക്കളെയൊക്കെ വിളിച്ചു, അവരെ ബ്ലസ് ചെയ്തു, അവരെ അനുഗ്രഹിച്ചു, അവരോട് സംസാരിച്ചു. അങ്ങനെ ഒരു ആഴമേറിയ ഒരു ബന്ധം മക്കൾ തമ്മിലും എല്ലാമായിട്ട് അങ്ങനെ ഒരു അനുരഞ്ജനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായി. അത് മാനുഷിക ശക്തിക്ക് സാധിക്കുന്ന കാര്യമില്ല. അത് സ്വർഗത്തിൻ്റെ ഇടപെടലാണ്, ദൈവിക ഇടപെടലാണ്. അപ്പോൾ ആ ഒരു ഇടപെടൽ നിർവഹിച്ചുകൊണ്ടാണ് അമ്മച്ചി മരിക്കുന്നത്. ഈ എല്ലാ മരണത്തിലും നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഒരുപടി നമുക്ക് അവന് പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ് ഈ അമ്മച്ചി മരണത്തെ സ്വീകരിച്ചു കൊള്ളുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അനുരഞ്ജനത്തിൻ്റെ ആ ഒരു ശുശ്രൂഷ എന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ കുറവുകളോ പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പറഞ്ഞ് ഒക്കെ ഒരു സ്നേഹത്തിലേക്ക് മരണം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മക്കളൊക്കെ ആയിട്ട് സംസാരിച്ചാണ്. അപ്പോൾ അവരുടെ എല്ലാ ഹൃദയത്തിൽ വലിയൊരു സമാധാനം, എന്തൊന്നുമില്ലാത്ത ഒരു സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അത് മാനുഷിക സ്നേഹമല്ല, അത് സ്വന്തത്തിൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ ആ ഒരു അനുഭവത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് അമ്മച്ചി ഈ ഭാഗ്യപ്പെട്ട മരണം സ്വീകരിച്ചത്. അപ്പം നമ്മളിന്ന് ഈ അമ്മച്ചിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ദിവസം നമ്മുടെ ഏറ്റവും മുമ്പിൽ എങ്ങനെയാണ് ഒരു നല്ല മരണത്തെ സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് മരിക്കാൻ വേണ്ടി ഒരുങ്ങേണ്ടത്, എങ്ങനെയാണ് മരണത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ, അത് അങ്ങനെ ഓരോ സ്വർഗത്തിൻ്റെ ഈ ബാലപാഠങ്ങൾ നമുക്ക് ഈ അമ്മച്ചിയുടെ ഓരോ ചലനത്തിനും സംസാരത്തിനും ആ മരണത്തിനുള്ള ദിവസങ്ങളിലെ ഓരോ ഇടപെടലുകളിലൂടെയും നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ഓർമ്മകളെല്ലാം ദൈവത്തോടുള്ള നന്ദി കൊണ്ട് നിറയട്ടെ. എല്ലാ മരണവും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അത് വിശ്വാസത്തിൻ്റെ തലത്തിലൂടെയാണ് നമ്മളതിനെ കാണേണ്ടത്. അപ്പം അതിനാൽ ഇതാ മഹത്വപൂർണമായ ഒരു ശരീരം സ്വീകരിക്കാൻ വേണ്ടി തൻ്റെ ശരീരത്തെ ആ മഹത്വപൂർണ്ണ
ശരീരത്തിൻ്റെ ഒരു വിത്തിറക്കി കല്ലറയിൽ നിക്ഷേപിച്ച ഈ അമ്മച്ചിയെ നമുക്ക് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഈ അതിന് ആ വിശ്വാസം ഉള്ളിൻ്റെ ഉള്ളിൽ മാമോദിസായിലൂടെ ലഭിച്ച ആ വിശ്വാസ വെളിച്ചം ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും കടാതെ സൂക്ഷിക്കുവാൻ ദൈവം അമ്മച്ചിയെ അനുഗ്രഹിച്ചു. ആ പ്രകാശത്തിൽ നിരവധി പേർക്ക് പങ്കുവയ്ക്കാൻ ഇടയായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും നന്ദിയോടുകൂടി ഈ കുർബാനയെ ഓർക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇനിയും കുടുംബത്തിലെ അംഗങ്ങളിലേക്ക് ചൊല്ലിയട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്.